നമസ്കാരം. കാളീസ് ട്രെൻഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഇന്ന് നമ്മൾ ടോപ്സ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും റിക്വസ്റ്റ് കൂടുതലും വന്നേക്കുന്ന മിഡി കൊണ്ടുവരൂ, അതേപോലെ നല്ല ഷോർട്സ് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷോർട്സ് കൊണ്ടുവന്നിട്ടുണ്ട്, മിഡിയും കൊണ്ടുവന്നിട്ടുണ്ട്. ഭയങ്കര അഫോർഡബിൾ ആയിട്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. നല്ല ഷോർട്സ് ആട്ടോ, നിങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. നോക്കുള്ളൂ. ഫസ്റ്റ് വൺ നിങ്ങൾ തമ്മനെയിലിൽ കണ്ടതുപോലെ തന്നെ കംഫർട്ടബിൾ വെയർ ആണ്. ടീഷർട്ട് മെറ്റീരിയൽ അല്ലെങ്കിൽ നമ്മൾ ഹോയ്സറി കോട്ടൺ എന്ന് പറയുന്ന മെറ്റീരിയലിൽ വന്നേക്കുന്ന ഷോർട്സ് ആണ്. നല്ല ഫ്ലെയർ ഉള്ളത്. കുട്ടികൾക്ക് പൊതുവെ ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ് കേട്ടോ. കുട്ടികൾക്ക് മാത്രമല്ല, നമ്മളെപ്പോഴും പറയുന്ന ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിൽ പ്രായം ഒരു പ്രശ്നമല്ല, നമ്മുടെ കംഫർട്ട് ഒരു പ്രശ്നമാണ്, നമ്മുടെ സൈസാണ് ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ഇതാണെങ്കിൽ നല്ല സൈസിലാണ് വരുന്നത്. വേസ്റ്റ് ബാൻഡ് വരുന്നത് എലാസ്റ്റിക് ആണ് കേട്ടോ. അത് സ്ട്രെച്ചബിൾ ആണോ എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ 40+ ഇഞ്ചസ് വരുന്നുണ്ട്. ലെങ്ത്ത് വരുന്നത് 18 ഇഞ്ചസ് ആണ്. ഇനി എനിക്ക് അത്രയും വേസ്റ്റ് ഒന്നും ഇല്ല എന്നാണെങ്കിൽ ഇതേ ടൈ ചെയ്യാനായിട്ട് അതിൻ്റെ കൂടെ നല്ലൊരു ഡോറിയും കൂടെ അവൈലബിൾ ആണ്. സൂപ്പർ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഷോർട്സ് ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 150 ആണ്. നോക്കി, ആ ഷെയ്ഡ് ഇഷ്ടമില്ല, എനിക്കൊരു സോബർ കളർ മതി എന്നുള്ളവർക്ക് ഇങ്ങനെ. പക്ഷെ അതിൽ നല്ല കളർഫുള്ളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു പ്രിൻസ് വന്നിട്ടുണ്ട്. ഈ പറയുന്ന പോലെ ഹോസ്റ്റലിൽ നിൽക്കുന്ന കുട്ടികൾക്കാണെങ്കിലും, അതല്ല ഹോസ്റ്റലിൽ തന്നെ നിൽക്കണം എന്നില്ല, നമുക്ക് കംഫർട്ടബിളായിട്ട് ധരിക്കാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ഇപ്പോഴത്തെ കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ ഇരിക്കണമെങ്കിൽ ഈ പറയുന്ന പോലെ സോഫയിലിരുന്നാലും ചെയറിലിരുന്നാലും എവിടെ ഇരുന്നാലും നടന്നാലും അവരുടെ കംഫർട്ടാണ് അവർക്ക് ഏറ്റവും വലിയൊരു ഘടകം കേട്ടോ. എങ്ങനെയും ഇരിക്കാൻ പറ്റുന്ന ഈ പറയുന്ന പോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഷോർട്സ് ആണ്. എല്ലാം നല്ല ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത്. പറഞ്ഞില്ലേ, ഇതിൻ്റെ കൂടെയൊക്കെ ഒരു പീച്ച് ടീഷർട്ടൊക്കെ ഒന്ന് ഓർത്ത് നോക്കി. എല്ലാം ബ്രൈറ്റ് തന്നെ വേണം എന്നില്ല, കൂട്ടത്തിൽ നമുക്ക് ഇങ്ങനെയും ഒക്കെ എടുക്കാം. ബ്ലാക്ക് ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും ഇത് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. നോക്കൂ, ഇതിങ്ങനെ തന്നെ വേണം എന്നില്ല കേട്ടോ. ഹോം വെയർ കളക്ഷനായിട്ട് ഇതിനെയും നമ്മൾ കണക്കാക്കേണ്ട കാര്യമില്ല. നമ്മുടെ സൈസും കാര്യങ്ങളും ഒക്കെ അവൈലബിൾ നമുക്ക് പറ്റുന്നതാണ്. അതേപോലെ ഇതിനും പെർഫെക്റ്റ്ലി മാച്ച്ഡ് ആയിട്ട് ഒരു ടീഷർട്ട് അല്ലെങ്കിൽ ടോപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രിപ്പിന് പോകുമ്പോൾ ധരിക്കാനാണെങ്കിലും ഒക്കെ അടിപൊളി കംഫർട്ടബിൾ വെയറാണിത്. നമുക്ക് എപ്പോഴും ഒരു നൊസ്റ്റാൾജിക് ഫീലിംഗ് വരുന്നതാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ബീച്ചിൽ പോണോ? ദേ അടുത്തത് റെഡിയാണ്. അടിപൊളി തീമിലാണ് വന്നേക്കുന്നത് അല്ലേ. നല്ലൊരു കാഷ്വൽ ഷോപ്പിങ്ങിനാണെങ്കിലും ഒരു ട്രിപ്പിനാണെങ്കിലും ഒക്കെ ഭംഗിയോടെ നമുക്ക് ധരിക്കാൻ പറ്റുന്നതാണ്. ഇതുമൊക്കെ അങ്ങനെ തന്നെ. അടിപൊളി കളക്ഷൻ, കംഫർട്ടബിൾ വെയർ. ഷോർട്സിൻ്റെ കൂട്ടത്തിലെ ലാസ്റ്റ് വൺ ഇന്ന് വന്നേക്കുന്നത് സ്വല്പം ഡാർക്കർ ആയിട്ടുള്ള ഈ ഷെയ്ഡിലാണ്. ഗ്രേയിഷ് ബ്ലാക്ക് ആണ് കേട്ടോ. നമ്മളല്ലെങ്കിൽ എലഫൻറ്റ് ബ്ലാക്ക് എന്ന് പറയുന്ന ഒരു ഷെയ്ഡിലാണ് ഇത് വന്നേക്കുന്നത്. വേസ്റ്റ് ബാൻഡ് വരുന്നത് എലാസ്റ്റിക് ആണ്, സ്ട്രെച്ചബിൾ ആണ്. 40+ ഇഞ്ചസോളം സ്ട്രെച്ച് ആവുന്നുണ്ട്. ലെങ്ത്ത് വരുന്നത് 18 ഇഞ്ചസ് ആണ്. ഈ ഹോയ്സറി കോട്ടൺ അല്ലെങ്കിൽ ടീഷർട്ട് മെറ്റീരിയലിൽ വരുന്ന ഈ ഷോർട്സിൻ്റെ പ്രൈസ് വരുന്നത് 150 മാത്രം. നമ്മൾ പറഞ്ഞല്ലോ ഇന്നത്തെ കളക്ഷനിൽ നമുക്ക് ടോപ്പില്ല. അപ്പോൾ 2 എൻക്വയറിയാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഷോർട്സ് ആണ്, അത് ഓൾറെഡി കാണിച്ചു. ഇനി ഇതാ അടിപൊളി മിഡിയാണ് വന്നേക്കുന്നത് കേട്ടോ. റിങ്കിൾ റയോൺ മെറ്റീരിയലാണ്. ഭയങ്കര കംഫർട്ടബിൾ വെയർ ആണ്. ലൈനിങ് ഇല്ല, പക്ഷേ നല്ല കട്ടിയുള്ളതാണ്. ട്രാൻസ്പെറൻ്റ് അല്ല കേട്ടോ. റയോണിൻ്റെ ആ ഒരു കട്ടി, ആ ഒരു കംഫർട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. റയോൺ ഇടുന്ന ഡ്രസ്സ് ഇടുമ്പോൾ തന്നെ നമുക്കൊരു കൂൾ ഫീലിംഗ് ആണ് വരിക. പിന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വാഷ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്, നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമുള്ളതാണ്. പിന്നെ അങ്ങനെ ചുരുക്കം വരില്ലല്ലോ, അതാണ് ഇതിൻ്റെ വലിയൊരു പ്രത്യേകത. അപ്പം പ്രൈസൊന്നും പ്രശ്നമല്ല, നല്ല മിടി കൊണ്ടുവരണമെന്നാണ് പറഞ്ഞേക്കുന്നത്. പ്രൈസ് പ്രശ്നമല്ലെങ്കിലും 260ക്കാണ് ഇത് അവൈലബിൾ ആക്കിയേക്കുന്നത് കേട്ടോ. വേസ്റ്റ് ബാൻഡ് നമ്മൾ പറയുന്ന പോലെ തന്നെ എലാസ്റ്റിക് ആണ്, സ്ട്രെച്ചബിൾ ആണ്. സ്ട്രെച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ 40 ഇഞ്ചസ് വരുന്നുണ്ട്. ലെങ്ത് ആണെങ്കിലോ 36 ഇഞ്ചസ് ഉണ്ട്. അടിപൊളിയായിട്ടുള്ള മിഡിയാണ്. നല്ല കംഫർട്ടബിളി ധരിക്കാൻ പറ്റുന്ന എന്നാൽ സ്റ്റൈലിഷ് ആയിട്ടുള്ളതുമാണ്. നോക്കി, ഒരു ബ്ലാക്ക് ടീഷർട്ട് അല്ലെങ്കിൽ ഒരു ഷർട്ടിൻ്റെയൊക്കെ കൂടെ ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കൂ. 260ക്ക് മാത്രം ഇത്ര ഒരു അടിപൊളിയായിട്ടുള്ള ഒരു അറ്റയറാണ്. ആഹാ, അടുത്ത കോമ്പിനേഷൻ ബ്രൈറ്റ് ആയിട്ടാണ് വന്നേക്കുന്നത് കണ്ടോ. പിന്നെ നമ്മളെ പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അത് കുറേ ജിയോമെട്രിക്കൽ പ്രിൻറ്റ്സ് ആയിരുന്നെങ്കിൽ ഇതിൽ ഫ്ലോറൽ പ്രിൻ്റാണ് വന്നേക്കുന്നത്. ഒരു ഗ്രേ ടീഷർട്ട് ആണെങ്കിലോ ബ്ലാക്കോ വൈറ്റോ ഒക്കെ ആണെങ്കിലും നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ. എന്തിനാ ടീഷർട്ട് കാണിക്കാതെ ഇതൊക്കെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീഷർട്ട് നമുക്ക് അടുത്ത ദിവസം എടുക്കാമെന്നേ.
ഓരോ ദിവസവും ഓരോന്ന് അവൈലബിൾ ആണ്. കാണുന്നത് അപ്പം തന്നെ എടുക്കാം. എന്ത് ഭംഗിയല്ലേ. ഒരു എത്നിക് ടച്ചുള്ള പോലെയാണ് കേട്ടോ അടുത്തത്. നോക്കൂ, നല്ല ഭംഗിയുള്ളൊരു പ്രിൻ്റൊക്കെയാണ് അല്ലേ. ഒരു ട്രിപ്പിനൊക്കെ പോകുമ്പോൾ നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ആരാണെങ്കിലും ഒന്ന് തിരിഞ്ഞു നോക്കി പോകുന്നത്. ഒരു പീച്ച് ടീഷർട്ടോ ഓഫ് വൈറ്റ് ആണെങ്കിലോ ഒക്കെ നല്ല ഭംഗിയായിരിക്കും. ഗ്രീനും നല്ല ഭംഗിയായിരിക്കും. ടോൺ ടു ടോണിനേക്കാൾ കോൺട്രാസ്റ്റ് ആയിട്ട് നിൽക്കുന്നത് നല്ല ഭംഗിയായിരിക്കും. നല്ല മെറ്റീരിയലാണ്. എനിക്ക് കയ്യിലെടുക്കുമ്പോൾ തന്നെ ആ ഒരു സോഫ്റ്റ്നെസ്സും ആ ഒരു കൂളായിട്ടുള്ള ഒരു നേച്ചർ എനിക്ക് കംഫർട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഓഫ് വൈറ്റിലാണ് അടുത്തത് വന്നേക്കുന്നത്. പീച്ച് പിങ്ക് ഷെയ്ഡിലെ പ്രിൻസാണ് ഇതിൻ്റെ ഹൈലൈറ്റ് കേട്ടോ. ഇതാ ഇടയ്ക്കുന്ന് കാണുന്നവർക്ക് വേണ്ടി മെഷർമെൻറ്റ് ഒന്നുകൂടെ പറയട്ടെ. വേസ്റ്റ് ബാൻഡ് തിക്കായിട്ടുള്ള എലാസ്റ്റിക് ആണ്, സ്ട്രെച്ചബിൾ ആണ്, 40 ഇഞ്ചസ് വരുന്നുണ്ട്. ലെങ്ത് വരുന്നത് 36 ഇഞ്ചസ് ആണ്. ഈ മിഡിയുടെ പ്രൈസ് വരുന്നതാവട്ടെ 260. എവിടെന്നാ ഇതൊക്കെ കിട്ടുക അല്ലേ. നോക്കൂ, നല്ല ഭംഗിയുള്ള പ്രിന്റ് കണ്ടോ. ഭംഗിയുള്ള ഫ്ലോറൽ പ്രിന്റിലാണ് അടുത്തത് വന്നേക്കുന്നത് കേട്ടോ. ആഹാ, എപ്പോഴും ഞാൻ പറയുന്ന കാര്യം, നമുക്ക് വാർഡ്രോബിലൊന്നും ഒഴിയാൻ പറ്റാത്ത കളേഴ്സാണ് ഈ പറയുന്ന ബ്ലാക്ക്, വൈറ്റ് ഒക്കെ. അതൊക്കെ ഉണ്ടെങ്കിൽ ഏതിൻ്റെ കൂടെയും ഭംഗിയായിട്ട് പെയർ ചെയ്ത് പോകാൻ പറ്റും. അത്യധികം കാണാത്തൊരു കളറിലാണ് ഇത് വന്നേക്കുന്നത് അല്ലേ. നല്ല ഭംഗിയുള്ളതിൽ അടുത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും കുഞ്ഞ് ഡോട്ട്സ് വന്നിട്ടുണ്ട് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ. അപ്പോൾ ഇന്നത്തെ മിഡി കളക്ഷനിലെ ലാസ്റ്റ് വൺ ഇതായിരുന്നു. വേസ്റ്റ് ബാൻഡ് എലാസ്റ്റിക് ആണ്, സ്ട്രെച്ചബിൾ ആണ്, 40 ഇഞ്ചസോളം സ്ട്രെച്ച് ആവുന്നുണ്ട്. ലെങ്ത് ആണെങ്കിൽ 36 ഇഞ്ചസ് ആണ്. മറ്റേ 30 ഇഞ്ചസിൻ്റെയൊക്കെ മിഡി കൊണ്ടുവന്നപ്പോഴാണ് സ്വല്പം കൂടെ ഇറക്കം വേണമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്നാണെന്നറിയോ, നിങ്ങളുടെ കമൻസ് ശ്രദ്ധാപൂർവ്വം വായിച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെയാണ് ഞങ്ങൾ ഓരോ വീഡിയോയിലും കൊണ്ടുവരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമൻസ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസം ഉറപ്പായിട്ടും ഞങ്ങളത് ചെയ്തിരിക്കും കേട്ടോ. പിന്നെ എന്താ പറയുക, കാളിസിൻ്റെ വീഡിയോ ഇഷ്ടമാണ്, പ്രോഡക്റ്റ് ഇഷ്ടമാണോ എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ, റിലേറ്റീവ്സിൻ്റെ കൂടെ, ജോലി ചെയ്യുന്നവരുടെ കൂടെ, പഠിക്കുന്നവരുടെയൊക്കെ ഗ്രൂപ്പിലേക്ക് നല്ലൊരു കടയാണ്, കുറേ സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഒന്ന് ഷെയർ ചെയ്യുകയാണ്. ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. നിങ്ങളുടെ തുറന്നുള്ള അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക. കാളിസിൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കാളിസിന് അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജുണ്ട്, ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. അതും കൂടെ ഒന്ന് ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്താൽ ഒന്നുകൂടെ സന്തോഷമായി. നിങ്ങളുടെ കമൻസ് ഒക്കെ വായിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പുറകെയുള്ള വീഡിയോയിൽ വരാം. അതുവരെ ബൈ ഫ്രം കാളിസ്.